അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നമ്മൾ ഇപ്പോഴത്തെ ക്യാമ്പസിലെ ന്യൂജൻ കുട്ടികൾക്ക്, അതായത് ഇപ്പോഴത്തെ ഫ്രീക്ക് പിള്ളേർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് ഉസ്താദ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അവരുടെ ഇടയിൽ, അതായത് അവരുടെ ഇടയിൽ മനസ്സിൽ വരുന്ന ചില സംശയങ്ങൾ, ചോദ്യങ്ങൾ, ഉസ്താദിന്റെ ചില വിവരണങ്ങൾ. ഇൻഷാ അല്ലാഹ്. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ദൈവമുണ്ട് ഉസ്താദെ? ദൈവമുണ്ട്. തെളിവ് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ദൈവം ഉണ്ടോ, ദൈവത്തിന് തെളിവ് എന്താണ് എന്നാണ് സാറിന്റെ ചോദ്യം അല്ലേ? അതെ. ദൈവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം ഉണ്ടോ എന്ന ഒരു ചോദ്യം ഞാൻ ഉസ്താദിനോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ദൈവം എന്താണ് എന്നൊരു ചോദ്യം, അതിന് പ്രസക്തി ഉണ്ടോ ഉസ്താദെ? അതിന് പ്രസക്തി ഉണ്ട്. കാരണം നിങ്ങളുടെ ചോദ്യത്തിൽ ദൈവം ഉണ്ടോ എന്ന ദൈവം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സാധാരണ യുക്തിവാദികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം ഉണ്ടോ എന്നുള്ളത് അല്ലേ? അതെ. അപ്പം നമുക്ക് അങ്ങോട്ട് തിരിച്ച് ദൈവം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിലൊരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ഒന്നും കൂടെ എളുപ്പമാകും എന്നാണ് തോന്നുന്നത്. അതെ, തീർച്ചയായും. ഏകദേശം നമുക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ദൈവം എന്നുള്ളത്. അപ്പോൾ ഉസ്താദ്, ആ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? അതന്നെ, നമ്മൾക്കും വീഡിയോ കാണുന്ന ആളുകൾക്കും ഒക്കെ അറിയുന്നൊരു ദൈവം ഉണ്ടല്ലോ. അതെ. ആ ഒരു ദൈവം എന്താന്ന് പറഞ്ഞു തന്നാൽ മതി. അതായത് ഈ കാണുന്ന ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്ന് തുടങ്ങിയ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ ആണ് എന്നുള്ള രീതിക്ക് നമുക്കൊരു ദൈവത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അതെ, അത്ര മതി. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് ദൈവം എന്നതിന് ക്ലിയർലി ഒരു ഡിഫൈൻ ചെയ്ത് തരാമെന്നുള്ളതല്ല ഞാൻ ദൈവം ഉണ്ടോ എന്ന്, ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അഥവാ സാറും നമ്മളും സാധാരണ എല്ലാ മനുഷ്യരും ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അതിപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞു. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഉണ്ടാക്കിയ ഒരു പവർ അല്ലേ, സൂര്യനും ചന്ദ്രനും ഭൂമിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവം, അഥവാ ഇങ്ങനെ സൃഷ്ടിച്ച ഒരാൾ ഉണ്ടോ എന്ന ആ ചോദ്യം എത്ര വലിയ ബാലിശ്യമാണ്. ഞാൻ ഉസ്താദിന്റെ അടുത്ത് പൂർണ്ണമായ ഒരു ഉത്തരവാണ് പ്രതീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മൾ ഈ റൂമിലല്ലേ സാറേ ഉള്ളത്? അതെ. ഈ റൂമുള്ള ഈ ബിൽഡിങ് അല്ലേ, ഈ റൂമിൽ നിന്നുകൊണ്ട്, ഈ റൂം നിലകൊള്ളുന്ന ഈ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് ചോദിക്കാണ്, ഈ ബിൽഡിങ് ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടോ? ആ ചോദ്യത്തിനെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതെ. അപ്പോൾ ഈ ബിൽഡിങ്ങും ഈ റൂമും ഒക്കെ ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു ചോദ്യം തീർത്തും അപ്രസക്തമാണ്. അതെ. അതേപോലെ തന്നെയല്ലേ ഈ പ്രപഞ്ചം നാം അനുഭവിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഉള്ള സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, സൂര്യനെയും ചന്ദ്രനെയും ഈ യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കുക, ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ടോ? ഈ ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാമെന്നറിയോ? രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന്, ബെഡിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ വീണ്ടും രാത്രി ബെഡിലേക്ക് ഉറങ്ങാൻ വേണ്ടി വീഴുന്നത് വരെ ഈ ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിച്ചുകൊണ്ടിരുന്ന് നോക്കാം. വെറുതെ രാവിലെ എഴുന്നേറ്റ ഉടനെ ബ്രഷ് എടുത്ത്, ഈ ബ്രഷ് ഉണ്ടാക്കിയ ഒരാളുണ്ടോ? പേസ്റ്റ് എടുത്ത്, ഈ പേസ്റ്റ് ഉണ്ടാക്കിയ ഒരാളുണ്ടോ? തീർച്ചയായും ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാൾ, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെയാണോ ദൈവം, അതായത് ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരാൾ? അപ്പോൾ ഈ ഞാൻ പറഞ്ഞതായ ഈ സംഭവങ്ങളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് അറിയാം എന്നതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരാളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് സാറിപ്പോൾ പറഞ്ഞത്. അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, രണ്ട് സാധ്യതകളുണ്ട്. രണ്ട് സാധ്യത. ഒന്ന്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ഉണ്ടാക്കിയ ആളുകളെ നമുക്ക് അറിയാം എന്നത് കൊണ്ടാണോ നമ്മൾ ഇത് അംഗീകരിക്കുന്നത്? അതോ ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും ഒരു ഒരു കാരണമുണ്ടാകുമെന്ന ലോജിക്ക് കൊണ്ടാണോ ഇത് നമ്മൾ അംഗീകരിച്ചത്? ഉദാഹരണത്തിന്, ഈ ഫോൺ ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന ന്യായം രണ്ട് സാധ്യത ഉള്ളത്. ഒരു സാധ്യത, ഈ ഫോൺ ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് നമുക്കിവിടെ അറിയപ്പെട്ട കാര്യമാണ്. മറ്റൊരു സാധ്യത, ഏതൊരു സാധനവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉണ്ടാക്കിയ ഒരു കാരണക്കാരൻ ഉണ്ടാകുമെന്ന ഒരു കോമൺ ലോജിക്ക്. അതെ. ഈ രണ്ട് സാധ്യതകൾ അവിടെ ഉള്ളത്. ഇതിലേത് സാധ്യതയാണെന്ന് നമുക്ക് പരിശോധിക്കണം. എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ? ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞു നോക്കുക, നമുക്ക് നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വിജനമായ ഒരു പ്രദേശം, അല്ലെങ്കിൽ ഒരു കാട്, ആ കാട്ടിൽ ഒരു മനുഷ്യനും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം, ആ കാട്ടിൽ ആരില്ല? ഒരു മനുഷ്യനില്ല.
ആദ്യമായിട്ട് കുറച്ച് മനുഷ്യന്മാർ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ആ കാട്ടിൽ ഒരു മരച്ചുവട്ടിൽ നല്ല മട്ടൻ കറി ഇങ്ങനെ തിളച്ച് മറിയുന്നു. നല്ല പാകമായിട്ടുള്ള മട്ടൻ കറി. ആരും ഇല്ലാത്ത ഒരു കാട്ടിലെ വീട്ടിലോ? വീടില്ല, അവിടെ ആരില്ലാത്ത ഒരു കാട്ടില് ഒരു മരച്ചുവട്ടില് നല്ല ഒരു ചട്ടിയില് നല്ല മട്ടൻ കറി ഇങ്ങനെ നമുക്ക് മനുഷ്യർക്ക് തിന്നാൻ പാകമായ രൂപത്തിൽ മുളകും മല്ലിയും അതിന് വേണ്ട ചേരുവകളെല്ലാം കൃത്യമായി ചേർക്കപ്പെട്ട ഒരു മട്ടൻ കറി അവിടെ ഇങ്ങനെ പാചകമായി ശരിയായിരിക്കുന്നു. ഇത് സാർ അംഗീകരിക്കുമല്ലേ? അവിടെ ഉണ്ടാക്കിയ ആളാന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെ സാധ്യമാവും? എന്തുകൊണ്ട് സാധ്യമാവാത്ത? ഉണ്ടാക്കിയ ആളെ അറിയില്ലെങ്കിൽ അവിടെ ആരെങ്കിലും തീർച്ചയായും ഉണ്ടാവും. എന്തുകൊണ്ട് ആരെങ്കിലും തീർച്ചയായും അവിടെ ഉണ്ടാവും എന്നതിലേക്ക് സാർ എത്തിയത് എന്തുകൊണ്ട്? അല്ലാതെ അവിടെ യാദൃശ്ചികമായി വരാൻ സാധ്യതയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതൊരു കാര്യവും ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ടാകും? ഉത്തരം കണക്റ്റിംഗ് ഫാക്ടർ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഞാൻ പറയട്ടെ, അല്ല സാറേ, കാട്ടില് ആടുണ്ടായിക്കൂടെ? ആടുണ്ടാകാം. അതുപോലെ തന്നെ ഈ മട്ടൻ കറി വെക്കുന്നതിന് ആവശ്യമായ ചേരുവകളെല്ലാം ആ കാട്ടിലുണ്ടായിക്കൂടെ? എന്തുകൊണ്ട് അതെല്ലാം കൂടെ കൊഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരാട് ചത്ത് ഒരു കാറ്റടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ചട്ടിയിൽ അത് മിക്സായി അത് നല്ല ഒരു മട്ടൻ കറിയായി വരുന്നില്ല? എന്തുകൊണ്ട് തനിയെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാകുന്നില്ല? ഉസ്താദെ, അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചവും ഭൂമിയൊക്കെ ഉണ്ടായത് അങ്ങനെ ഒരു യാദർശിക സംഭവത്തിലൂടെയാണ് എന്നാണ്. അഥവാ ഈ കാട്ടിലെ ഈ മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ഈ മട്ടൻ കറി പോലും യാദൃശ്യമായി ഉണ്ടാകുമെന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മൾ ഇത്രയും വലിയ സംഭവമായിട്ടുള്ള ഈ പ്രപഞ്ചം അത് തന്നെ ഉണ്ടായി നമ്മൾ അംഗീകരിക്കണം. അഥവാ ഉസ്താദ് അതിൻ്റെ ഞാൻ പറയട്ടെ, അഥവാ അങ്ങനെ ആരെങ്കിലും അത് വിശ്വസിച്ചാൽ അവർ പറയും അന്ധവിശ്വാസം എന്നുള്ളത്. അതെ, അഥവാ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണ്? ഒരു കാരണക്കാരനില്ലാതെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതല്ല ഏറ്റവും വലിയ അന്ധവിശ്വാസം. അഥവാ ഈ പ്രപഞ്ചം ഒരു കാരണമില്ലാതെ തനിയെ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. അപ്പൊ ഈ പുരോഗമനവാദികളുടെ ഇരട്ടത്താപ്പ് നമുക്ക് അവിടുന്ന് മനസ്സിലാകും. അതന്നെ. ഇനി ഞാൻ പറയട്ടെ സാറേ, സാറ് വീട്ടിൽ പോയി. സാർ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ സാറിന്റെ കിച്ചണിൽ വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. എന്താണെന്നല്ലേ? സാറിന്റെ വീട്ടിലെ സ്ത്രീകൾ ആരും അടുക്കളയിൽ കയറിയിട്ടില്ല. പക്ഷേ അടുക്കളയിൽ നല്ലൊരു മീൻ കറി അവിടെ ഇങ്ങനെ തിളച്ച് മറിയുന്നു. എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് ചെറിയ ഭൂമികുലുക്കുണ്ടായതാണ്. ഭൂമികുലുക്കുണ്ടായപ്പോൾ അവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി എന്ത് ചെയ്തു? യാദൃശ്ചികമായിട്ട് അടുപ്പിന്റെ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിന്റെ മേലെ വീണു. ഗ്യാസ് മീൻ വേണമെങ്കിൽ വന്നു, കടലിൽ നിന്ന് മീൻ അല്ലെങ്കിൽ വേണ്ട, അതിന് വേണ്ട കാരണക്കാരം ഉണ്ടാക്കി കൊടുക്കുക. പൂച്ച എന്ത് ചെയ്തു? 2-3 മീൻ കടിച്ച് ചട്ടിയിൽ കൊണ്ടിട്ടു. തീ കത്തി. അതുപോലെ ആ മേലെ ഇരിക്കുന്ന മുളകും മല്ലിയും അഥവാ മീൻകറിയിൽ ചേരേണ്ട ആവശ്യമായ വസ്തുക്കളൊക്കെ ആ ചട്ടിയിൽ വീണ് അതിങ്ങനെ ആദൃശ്യമായ ഒരു മീൻകറി ഉണ്ടായി എന്ന് പറഞ്ഞ് അംഗീകരിക്കോ? ഒരിക്കലില്ല. യുക്തിവാദി എന്ന് അവകാശപ്പെടുന്ന യുക്തിരഹിതവാദികളായ ഏതെങ്കിലും ആളത് അംഗീകരിക്കോ? ഇല്ല, ഒരിക്കലില്ല. എന്തുകൊണ്ട് അംഗീകരിക്കില്ല? അത് ഏതൊരു കാര്യം നടക്കുകയാണെങ്കിലും അതിന്റെ പിന്നിലൊരു ലോജിക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ഏതൊരു കാര്യം നടക്കണമെങ്കിലും അതിന്റെ പിന്നിലൊരു കാരണക്കാരനുണ്ട്. കാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കാരണമായി കൂടെ ആയിക്കോട്ടെ. കാരണം ഒരു കാരണക്കാരന് മാത്രമാണോ ഉണ്ടാക്കാൻ പറ്റും? ആയിക്കോട്ടെ. നമുക്ക് നേരത്തെ പറഞ്ഞ മീൻകറി എന്നുള്ളത് നേരത്തെ ഞാനൊരു കാരണം പറഞ്ഞു തന്നിരുന്നു. ഭൂമികുലുക്കം എന്നുള്ളത്. ആ ഭൂമികുലുക്കം കൊണ്ട് കൃത്യമായൊരു മീൻകറി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയുള്ള കാരണമായിരിക്കണത്? അത് ശരിയാ, 1-2 കാരണം കൂടിയാ പോരാ. അത് കൃത്യമായി അറിയുന്ന, മനഃപൂർവ്വം അറിഞ്ഞു ചെയ്യാൻ കഴിയുന്ന ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഈ കാണുന്ന ഒരു മീൻകറി പോലും ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഈ മൊബൈൽ ഫോൺ ഇത്രയും ചെറിയ സംവിധാനങ്ങൾ, അഥവാ ഈ പ്രപഞ്ചത്തിലേക്ക് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ഈ വാച്ച്, അതുപോലെ നമ്മൾ എഴുതുന്ന പെന്ന്, ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ? ഇതൊന്നുകൂടെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ചെറിയ കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധിയൊക്കെ ഉള്ള ഒരു കാരണക്കാരൻ വേണം. തീർച്ചയായും. വലിയ സംഭവങ്ങൾ, നക്ഷത്രവും സൂര്യനും ആകാശവും ഭൂമി, ഇങ്ങനെ വലിയ അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുമില്ല. ഇത് യോജിക്കുന്നുണ്ടോ? ഇത് യോജിക്കാൻ കഴിയുമോ? ഇതിനൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഈ ലിബറൽ ചിന്താഗതിക്കാരൊക്കെ ഇത്രക്കും മണ്ടന്മാരാണ് ഉസ്താദേ. അതാ നമ്മൾ പറയുന്നത്, ഇവർ വലിയ ബുദ്ധിജീവികളായി ചമഞ്ഞുകൊണ്ട്. നിങ്ങൾ നോക്കൂ, ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ഇത്രയും പറഞ്ഞ് വിശദീകരിച്ചല്ലോ. ഇതിൽ നിന്ന് ദൈവമുണ്ടോ എന്ന ചോദ്യം, ദൈവം എന്താണ്, ഞാൻ ചോദിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു ചോദ്യത്തിന് വല്ല പ്രസക്തിയുണ്ടോ? ഇല്ല, തീർത്തും അപ്രസക്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യമായ ഒരു ചോദ്യമാണ് എന്ത്? ദൈവം ഉണ്ടോ എന്നത് അല്ലേ? ഈ മേശ ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു വട്ടം മണ്ടത്തരാണെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയവനുണ്ടോ എന്ന് ചോദിക്കല് 100 വട്ടെങ്കിലും മണ്ടത്തരമായിരിക്കില്ലേ? അപ്പോൾ ഉസ്താദേ, ഈ ഒരു ദ റിയൽ ലോജിക്ക് എന്ന് പറയുമ്പോൾ
അതായത് ഒരു കാര്യവും ഒരു സാധനവും പിന്നിൽ ഒരു കാരണക്കാരനില്ലാതെ ഇവിടെ ഉണ്ടാവില്ല. അതങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നവരും കരുതുന്നവരാണ് യഥാർത്ഥ ബുദ്ധിശൂന്യരും അന്ധവിശ്വാസികളും അല്ലെ?